നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരു മതമാണ്. അത് മതമാണെന്ന് പറയുമ്പോൾ ചിലരുടെയെങ്കിലും നെറ്റി ചുളിഞ്ഞേക്കാം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നിരീശ്വരന്മാരെക്കുറിച്ച് പൊതുസമൂഹത്തിനുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സയൻസിൻ്റെ എന്തോ വലിയ വക്താക്കളാണെന്നുള്ള നിലയിലാണ്. സയൻസ് കാര്യങ്ങൾ സംസാരിക്കുന്നതായ ആൾക്കാർ, സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് സംസാരിക്കുന്നതായ ആൾക്കാർ, പൊതുവെ മതത്തെ വിമർശിച്ചും അതുപോലെ തന്നെ ദൈവത്തെ വിമർശിച്ചുമൊക്കെ രംഗത്ത് വരുന്നതായിരിക്കുന്ന ആൾക്കാരാണ്. അതിനിവർ കൂട്ടുപിടിക്കുന്നതാകട്ടെ സയൻസിനെയാണ്. ഇവരുടെ വീഡിയോകളിലൂടെയും ഇവരുടേതായിരിക്കുന്ന ആശയ പ്രചരണത്തിലൂടെയും ഒക്കെ ഇവർ പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവും സയൻസും തമ്മിൽ എന്തോ വലിയ ശത്രുതയിലാണ് എന്നുള്ള നിലയിലാണ്. അല്ലെങ്കിൽ ദൈവത്തിന് സയൻസിനെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് ദൈവത്തെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കുന്ന എന്തോ ഒന്നാണ് എന്നുള്ള നിലയിലാണ് ഇവരുടെ സംഭാഷണം എന്ന് പറയുന്നത്. അതിനിവർ പ്രധാനമായിട്ടും കൂട്ടുപിടിക്കുന്നതാകട്ടെ പരിണാമ സിദ്ധാന്തം, അതുപോലെ തന്നെ ബിഗ് ബാങ് തിയറി തുടങ്ങിയ സിദ്ധാന്തങ്ങളെയാണ്. ഇവയെ വെച്ചുകൊണ്ടാണ് ഇവർ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഈ സൃഷ്ടിയിൽ, പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ, അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ സൃഷ്ടിയിലൊന്നും ആരില്ല, ദൈവമില്ല എന്നുള്ളത്. ദൈവമില്ലാതെ തന്നെ രൂപപ്പെടുന്നതായിരിക്കുന്ന, സ്വയവേ രൂപപ്പെടുന്നതായിരിക്കുന്ന ഒരു ഭൂമി, അതുപോലെ തന്നെ സ്വയവേ രൂപപ്പെടുന്നതായിരിക്കുന്ന ഒരു പ്രപഞ്ചം എന്നുള്ള നിലയിൽ പറഞ്ഞു വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കലി ഇവർക്ക് ദൈവമില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. സയൻറ്റിഫിക്കലി ഇവർക്ക് ദൈവമില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് വിശ്വസിക്കുകയാണെന്നുള്ളതാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളും ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന നിരീശ്വരന്മാരും. അൾട്ടിമേറ്റ് ആയിട്ട് ഇവർ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാറ്ററും എനർജിയും. അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്നുള്ള നിലയിലാണ് ഇവർ പറയുന്നത്. എന്നാൽ തിയിസ്റ്റിക് വേൾഡ് വ്യൂവിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു സുപ്രീം മൈൻഡാണ് ഈ ഫിസിക്കൽ യൂണിവേഴ്സിനെ നിർമ്മിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് എന്നുള്ളത്. നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നില്ല, അവരൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കുന്ന ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ എന്ത് തെളിവുണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബാധകമായിരിക്കുന്ന ഒരു കാര്യമില്ല. ദൈവം എന്ന് പറയുന്നത് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വസാന്നിധ്യമുള്ളവനായ ഒരു ദൈവം. ആ ദൈവത്തെ, അതായത് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ, ഈ മാറ്ററിനെയും എനർജിയെയും ടൈമിനെയും ഒക്കെ നിർമ്മിച്ചവൻ ആയിരിക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ. ആ ഡിസൈനർ ഉണ്ട് എന്നുള്ള കാര്യം ഇവർ വിശ്വസിക്കില്ല. എന്നാൽ എന്താണ്, ഒരു കെയോസിൽ നിന്നും ഓർഡർ ഉണ്ടായെന്ന് എന്ത് ചെയ്യും, ഇവർ വിശ്വസിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ കൺമുൻപിൽ കാണുന്നതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഡിസൈൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരു ഡിസൈനർ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മുമ്പിൽ ഒരു പേന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേന എന്ന് പറയുന്നത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനറുണ്ട്, ഒരു അധ്വാനമുണ്ട്, ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു പേനയായിട്ട് രൂപപ്പെട്ട് വരുന്നത്. ഇവരുടെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡിസൈൻ ഉണ്ടാകുന്നതിന് ഡിസൈനറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഡിസൈനേക്കാൾ എത്രയോ ഗംഭീരമായിരിക്കുന്നതും മനോഹരമായിരിക്കുന്ന ഡിസൈനാണ് പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട്, ഒരു ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ യുക്തിയുടെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഇവർ യുക്തിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇവർക്ക് യാതൊരുവിധ യുക്തിയുമില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കോമൺ സെൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ കാണുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തമായിരിക്കുന്ന ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സംഭവം നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. പരമായിരിക്കുന്നതായ പ്രപഞ്ചവും ഭൂമിയും അതിലെ ജീവജാലങ്ങളും കോടാനുകോടി വർഷങ്ങളെടുത്ത് പരിണമിച്ചുണ്ടായതാണെന്ന് പറയുന്നതിൽ പരം മണ്ടത്തരം ലോകത്തിൽ വേറെ എന്താണുള്ളത്. എന്നാൽ ഇത് മണ്ടത്തരമാണെന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്ന കാര്യം പരിണാമം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, പരിണാമത്തെ എതിർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സംഭവം കേട്ടില്ല, മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയതായിരിക്കുന്ന ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ് ഇവരിത് പറയുന്നത്. അത്ര ഭയങ്കര സംഭവമാണ് ഈ പരിണാമം എന്ന് പറയുന്നത്. കാരണം എന്താ, ടെസ്റ്റബിൾ അല്ലാത്തതായിരിക്കുന്ന ഒന്നാണ് ഈ പരിണാമം എന്ന് പറയുന്നത്. അത് ടെസ്റ്റബിൾ അല്ല, ടെസ്റ്റ് ചെയ്ത് തെളിയിക്കപ്പെട്ടതായിരിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അവരോട് ചോദിക്കുമ്പോൾ ഇത് കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ നടന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ മനസ്സിലാക്കാനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോടാനുകോടി വർഷങ്ങൾ പറഞ്ഞ് ഇവർ രക്ഷപ്പെടുകയാണെന്നുള്ളതാണ് വാസ്തവം.
പരിണാമത്തെക്കുറിച്ച് കേൾക്കുന്ന ആൾക്കാർ, സാധാരണക്കാരായിരിക്കുന്ന ആരും പരിണാമത്തിൻ്റെ ചരിത്രവും പരിണാമത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ചും ഒന്നും ആരും ചികഞ്ഞു പോകാറില്ല. ഈ നിരീശ്വരന്മാർ യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ മറ്റു പല മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നതായിരിക്കുന്ന ഈ കാര്യങ്ങൾ കേട്ടിട്ട് അത് വിശ്വസിക്കാനേ ബാക്കിയുള്ളവർ ശ്രമിക്കുകയുള്ളൂ. അതല്ലാതെ ഇത് ശരിയാണോ, ഇതിൻ്റെ പിന്നിൽ എന്താണ് യാഥാർത്ഥ്യം, ഇത് ടെസ്റ്റബിളായിട്ടുള്ള ഒരു സംഗതിയാണോ, ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇതിന് മതിയായിരിക്കുന്ന എവിഡൻസ് ഉണ്ടോ, ആരും അതിൻ്റെ പുറകെ തിരക്കി പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലായിടങ്ങളിലും ഇവർ ഈ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പരിണാമവാദികൾ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ നിരീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വേണം. കാരണം അവർക്ക് അവരുടെ വിശ്വാസത്തിന് കരുത്ത് പകരുന്നതായിരിക്കുന്ന ഒന്നാണ് അത്. അവർ പറയുന്ന കാര്യം ദൈവമില്ല എന്നുള്ളതാണ്, ദൈവം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെ ശരിവെക്കുന്ന നിലയിലാണ് ഒരു സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ രൂപപ്പെട്ടു എന്ന് പറയാനായിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഈ വാദങ്ങളെ എടുത്തു വെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ പരിണാമ സിദ്ധാന്തവും അതുപോലെ തന്നെ ബിഗ് ബാങ് തിയറിയുമാണ്. ഇത് രണ്ടും തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളതാണ്. ഒരു മതം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ന്യൂ ഏത്തിസവും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഗ്രൂപ്പാണ്. ഇവരുടെ ആശയം പ്രചരിപ്പിക്കാനായിട്ട് ഒരുമിച്ച് കൂടും, എന്നിട്ട് അത് പ്രചരിപ്പിക്കും. വിശ്വാസികൾ എന്ത് ചെയ്യും, ഇവരുടെ ആശയത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ആശയത്തിലൂടെ അത് ഇവരുടെ ആശയം പറയുന്നു, അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇവരുടെ കൂടെ വരുന്നു എന്നുള്ളത്. അത് ഈ പറഞ്ഞതായി ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനിയിൽ ഗോസ്പൽ എന്ന് പറയുന്നത് സുവിശേഷം പറയും. സുവിശേഷം പറയുമ്പോൾ മറ്റു മതത്തിൽപ്പെട്ടവരോ മറ്റാശയങ്ങളിൽപ്പെട്ടവരോ അത് കണ്ട് അത് കേട്ട് വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യൻസ് ആകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇവാഞ്ചലിക്കൽ മിഷൻ കൂടെയാണ് ആര് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിരീശ്വരവാദികൾ പ്രവർത്തിക്കുന്നത്. അതായത് ഒരു മതം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഇവരുടേതായിരിക്കുന്ന കാനോനിക്കൽ ബുക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ് അവരൊക്കെ എഴുതിയായിരിക്കുന്ന ബുക്കുകളാണ് ഇവരുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർക്കൊരു മോറൽ ഫ്രെയിം വർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇവരും ഈ പറഞ്ഞതായിരിക്കുന്ന ഈശ്വരവിശ്വാസികളെ വിമർശിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവർ മോറൽ വാല്യൂസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദൈവത്തെ പോലും വിമർശിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ആശയപ്രകാരം എന്താണ്, നന്മയുമില്ല തിന്മയുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഈ പറഞ്ഞതായിരിക്കുന്ന ആശയങ്ങളെ വിമർശിക്കാനായിട്ട് എടുക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റി ആണെന്നുള്ളതാണ്. ഈ മൊറാലിറ്റി ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, മൊറാലിറ്റി എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷനാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ മൊറാലിറ്റി ശരി തെറ്റ് എന്ന് പറയുന്നത് അത് ദൈവിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടത്. അത് മതങ്ങളിലൂടെ എന്ത് ചെയ്തു, ആ മൂല്യങ്ങൾ വന്ന് കാണാനായിട്ട് സാധിക്കും. അത് കോപ്പി ചെയ്തിട്ട് അതിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ പലരെയും വിമർശിക്കുന്നത്. അത് തെറ്റാണ്, അത് ശരിയാണ് എന്ന് പറയാനായിട്ട് ഇവർക്ക് പറ്റുന്നത് പോലും. അപ്പം അതിനിവർ പല വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, കാലാകാലങ്ങളിൽ എന്താണ് സമൂഹം പുരോഗമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇടയിൽ രൂപപ്പെട്ടതായിരിക്കുന്ന ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വരുന്നുവെങ്കിലും ഒരു മതം എങ്ങനെ പ്രവർത്തിക്കുന്നോ അതേപോലെ തന്നെയാണ് ഒരു നിരീശ്വരവാദം എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈശ്വരവിശ്വാസികൾ ഈശ്വരനിൽ വിശ്വസിക്കുമ്പോൾ നിരീശ്വരവാദികൾ ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നതായിരിക്കുന്ന ആൾക്കാരെന്നതിനപ്പുറം ഇവർക്ക് യാതൊരുവിധ എവിഡൻസും ഇതുമായി ബന്ധപ്പെട്ട് നിരത്താനായിട്ട് ഇത് സയൻറ്റിഫിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ സയൻസ് ഒരു മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ എന്തുകൊണ്ട് സയൻസ് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സയൻസിന് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനുണ്ട്, അദ്ദേഹം ജോൺ ലെനോക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കേംബ്രിഡ്ജിലും മറ്റുമൊക്കെ പ്രവർത്തിച്ചായിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവരുടെ ഈ വിശ്വാസത്തെ കുറിച്ച് പറയാനായിട്ട് അദ്ദേഹം ഒരു കാര്യം പറയാറുണ്ട്. അതിങ്ങനെയാണ്, ആൻഡ് മെറ്റിൽഡാസ് കേക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കേക്ക് നിർമ്മിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേക്ക് എങ്ങനെയാണ് നിർമ്മിച്ചതെന്നുള്ള കാര്യം എന്ത് ചെയ്യും, ഇവർ അംഗീകരിക്കുന്നു. അതായത് കേക്കിൻ്റെ കെമിസ്ട്രി എന്ത് ചെയ്യും, ഇവർ അംഗീകരിക്കും. പക്ഷേ അത് ഈ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് ആ കേക്ക് നിർമ്മിച്ചതെന്നുള്ള കാര്യം ആർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഈ മെറ്റിൽഡായ്ക്ക്, ഇത് ഉണ്ടാക്കിയ ആൻറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഇത് അവരുടെ നെഫ്യൂവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച കേക്കാണെന്നുള്ള നിലയിൽ അവർക്ക് മാത്രമേ അത് റിവീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവർ കേക്കിൻ്റെ കെമിസ്ട്രിയിൽ എന്ത് ചെയ്യും, അംഗീകരിക്കും. എന്നാൽ മെറ്റിൽഡ എന്ന് പറയുന്ന ആൻഡ് എന്ത് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല എന്നാണ് ഇവരെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ചെറിയതായിരിക്കുന്ന ഒരു വിശ്വാസമല്ല. അങ്ങനെ ഒരാൾക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു അന്ധവിശ്വാസം തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂട്ടർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറയണത് ഇത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പരിണമിച്ച് ഇപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഞാൻ പറയണത് ഇതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനർ ഇല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിയില്ല, ഇത് ചുമ്മാതെ എന്ത് ചെയ്താൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വിശ്വസിക്കില്ല. ഈ പറഞ്ഞ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, മണ്ടൻ എന്ന് പറയും. അത്രമേൽ ഇല്ലോജിക്കായിട്ട്, അത്രമേൽ മണ്ടത്തരം നിറഞ്ഞ ഒന്നാണ് ഒരു കാര്യത്തിന് പിന്നിൽ ഒരു ഡിസൈനർ ഇല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധികേന്ദ്രം ഇല്ല എന്ന് പറയുന്നതിൽ പരം മണ്ടത്തരം ലോകത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരു അധ്വാനമുണ്ട്, ഒരു ബുദ്ധിയുണ്ട്, ഒരു ഡിസൈനറുണ്ട് എന്നുള്ളത് കോമൺ സെൻസ് ആണെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുക, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നോക്കുക, ഇതിനേക്കാൾ എത്രയോ മനോഹരമായിരിക്കുന്ന പുഷ്പങ്ങൾ, ഇതിനേക്കാൾ എത്രയോ മനോഹരമായിരിക്കുന്ന ചെടികൾ, വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ ജീവജാലങ്ങൾ, അവയെല്ലാം ഇതിൻ്റെ പിന്നിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ട്, ഒരു സുപ്രീം മൈൻഡ് ഉണ്ട്, ഒരു ഗോഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും യുക്തിസഹമായിരിക്കുന്ന ഒന്ന്. അല്ലാതെ ഈ പറഞ്ഞതായിരിക്കുന്ന സാധനം എന്താണ്, പെട്ടെന്ന് എന്ത് ചെയ്ത് പൊട്ടിത്തെറിച്ചുണ്ടായതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറേ കാലങ്ങൾ കൊണ്ട് പരിണമിച്ചുണ്ടായതാണ് എന്ന് പറയുന്നതിൽ പരം മണ്ടത്തരം ലോകത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ഈ ലോജിക്ക് പോലും ഇല്ലാത്ത ആൾക്കാരാണ് പറയുന്നത് ഞങ്ങൾ ലോജിക്കിൻ്റെ വക്താക്കളാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതെന്താണ്, ഇത് തനിയെ ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരു ഹ്യൂമൻ അധ്വാനമുണ്ട്, ഒരു ഡിസൈനറുണ്ട്, ഒരു ബുദ്ധികേന്ദ്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാമെങ്കിൽ എന്തുകൊണ്ടൊരു റോസാ പുഷ്പത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റ് ഭംഗിയുള്ളതായിരിക്കുന്നതായ ഗ്രഹങ്ങളെ, നക്ഷത്രങ്ങളെ, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ പിന്നിലൊരു ബുദ്ധികേന്ദ്രമുണ്ട്, അതിൻ്റെ പിന്നിലൊരു ഡിസൈനറുണ്ടെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ആ പറയാൻ പറ്റാത്തതിൻ്റെ കാര്യമാണ് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങളാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികളെന്ന് പറയുന്നത്. ലോജിക്കില്ലാത്തതായിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളാണ്. യഥാർത്ഥത്തിൽ ലോജിക്കുള്ളവർ എന്ന് പറയുന്നത് ദൈവവിശ്വാസികളാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനറുണ്ട് എന്ന് പറയുന്നതായിരിക്കുന്നതാണ് ഏറ്റവും യുക്തിസഹമായിരിക്കുന്ന ഒന്ന്. അല്ലാതെ പറയുന്നത് കേവലം വിഡ്ഢിത്തം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.